ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും കാണുക, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കന്, മല്ലിയില, പുതിനയില, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം വറുത്ത് പൊടിച്ചത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിച്ചത്, തൈര്, പിന്നെ 6 നീരുള്ളി ഇത് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളത്. അപ്പം നമുക്ക് ഇനി അടുത്തത് നോക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികൾ ചേർക്കുക. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് ജീരകം വറുത്ത് പൊടിച്ചത്, 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റായി അരച്ചത് 2 ടേബിൾ സ്പൂണ്, ഗരം മസാല പൊടിച്ചത് 1/2 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. അടുത്തത് പുതിനയില, മല്ലിയില. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, എടുത്ത് വെച്ചതിന് പാതി ഇട്ട് കൊടുക്കുക. തൈര് അധികം പുളിയില്ലാത്ത 1 കപ്പ് കട്ടത്തൈര്. എന്നിട്ട് കൈവച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് 1 മണിക്കൂർ അത് മാറ്റി വെക്കുക. 1 മണിക്കൂർ അത് മാറ്റി വെക്കുക. ഇനി സവാള, അത് നീളത്തിൽ അരിഞ്ഞത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പാങ്ങിൽ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് ചൂടായതിന് ശേഷം സവാള അതിലിട്ട് കൊടുക്കുക. ഞാൻ 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് ബ്രൗൺ നിറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഫ്രൈ ആയി വരട്ടെ. അതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇപ്പം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സവാളയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ആവശ്യമില്ല എന്നുള്ളത്, നെയ്യ് വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കുക. ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ആ ഫ്രൈ ചെയ്തെടുത്ത സവാള രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെക്കുക, പകുതി. എന്നിട്ട് 1 പകുതി ഇതിലേക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കുക. ഈ മിക്സിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുക. കൈവച്ച് നല്ല പോലെ പൊടിച്ചിട്ട് കൊടുക്കുക. കൈവച്ച് തന്നെ നല്ല പോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടുപ്പ് കത്തിച്ച് അതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും. പിന്നെ നമുക്ക് ഇനി അടുത്തതായി റൈസ്, ഇതിനുള്ള അരി വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ്
ഇത്രയും ചേർത്ത് മൂടി വെക്കാം. മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് കുതിർത്തി വെച്ച ബസുമതി റൈസ്, കുതിർത്തി വെച്ച 1 മണിക്കൂർ കുതിർത്തി വെച്ച ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലേക്ക് മാറ്റിയത്. ഇതിന് ഞാൻ ഓയിൽ ഒഴിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്ത് മൂടി വെക്കാം. ഇപ്പം നമ്മൾ ചിക്കന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പകുതി വേവാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. ബാക്കി പകുതി നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വെന്തോളും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോകും. മൂടി വെക്കുക. നമ്മൾ അരി വേവാനുള്ള വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയിട്ട് പകുതി വേവാകുമ്പോൾ നമുക്കതിന്ന് ഊറ്റിയെടുക്കും. മുഴുവനായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പകുതി വേവാകുമ്പോൾ അതിന്ന് ഊറ്റി എടുക്കാനുള്ളതാണ്, ഊറ്റിയെടുത്ത് ദം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കന് പകുതി വേവായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ ചിക്കനിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കുക. ഇപ്പോൾ നമ്മുടെ അരി അത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ വെന്ത് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കാം. നമ്മുടെ അരി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. മുഴുവനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ദമ്മിടാനുള്ള ഒരു പാത്രം, ഞാനൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ വേണ്ടെന്നുള്ളവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് അവരവരെ ചോയ്സ്. അതിനുശേഷം ഈ എടുത്ത് വെച്ച റൈസ്, നമ്മൾ വേവിച്ച് വെച്ച അരി പകുതി ഇട്ട് കൊടുക്കുക. ചോറ് പകുതി ഇട്ട് കൊടുത്ത് ഒന്ന് നിരത്തി കൊടുക്കുക. ഇതിലേക്ക് ഇടാനുള്ള, ദം ചെയ്യുമ്പോൾ ഇടാനുള്ള ഇലകൾ, നേരത്തെ മാറ്റി വെച്ച ഇലകൾ, പിന്നെ മസാല, ഗരം മസാല പൊടി അത് കുറച്ച് വിതറി കൊടുക്കുക. കുറച്ച് ഫ്രൈ ചെയ്ത സവോള ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു നുള്ള് മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിൽ വീണ്ടും കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കുക. മല്ലിയില, പുതിന ഇലകൾ, ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. ബാക്കി വന്ന ഗരം മസാലൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ബാക്കി വന്ന റൈസ് ഇതിന് മുകളിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കന് പുറത്ത് കാണാത്ത രീതിയിൽ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
ബാക്കിയുള്ള മല്ലിച്ചപ്പ്, പുതിനയില, സവോള ഫ്രൈ ചെയ്തത് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെക്കാം. അടുപ്പ് കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇത് മൂടി വെച്ച് ഇതിന് മുകളിലേക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത് ഫസ്റ്റത്തെ എൻ്റെ വീഡിയോ ആണ്. എല്ലാവരും കാണുക. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഇനിയിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.